സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത് വളരെ വലിയ കൃത്യവിലോപമാണ് എന്ന് ഒന്നുകൂടെ വേണം. ഈ ഫോൺ വന്നുകൊണ്ട് ഓക്കെ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത് വളരെ വലിയ കൃത്യവിലോപമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. മനുഷ്യജീവനെ മാനിക്കാത്ത മനുഷ്യത്വരഹിതമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. വിശിഷ്യ വനം വകുപ്പ് ഒരു പരാജയമാണ്. കർഷകരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, വന്യജീവികളുടെ അക്രമങ്ങൾ തടയുന്ന കാര്യത്തിൽ വനം വകുപ്പ് ഒരു സമ്പൂർണ്ണ പരാജയമാണ് എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഈ സംഭവിച്ചിരിക്കുന്ന അപകടങ്ങൾ, മരണങ്ങൾ എന്ന് നമുക്ക് തിരിച്ചറിയാം. കാരണം ഈ നാളുകളിൽ, പ്രത്യേകിച്ച് ഏറ്റവും അവസാനം അജി എന്ന ചെറുപ്പക്കാരൻ്റെ മരണത്തിനിടയാക്കിയ ആനയുടെ സാന്നിധ്യം, അത് റേഡിയോ കോളർ പിടിപ്പിച്ച ആനയാണ്. കർണാടക സർക്കാർ അപ്രകാരം മയക്കുവെടി വെച്ച് റേഡിയോ കോളർ പിടിപ്പിച്ച് വിട്ടിരിക്കുന്ന ഒരു ആന എന്ന് പറഞ്ഞാൽ ആ ആനയുടെ ചലനങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കാനും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ഇപ്രകാരം ഒരു ആന വയനാട്ടിലെത്തിയിട്ട് 1 മാസത്തോളം സമയമായി എന്ന് വനം വകുപ്പ് തന്നെ സമ്മതിക്കുന്നു. എന്നാൽ ഈ ആനയുടെ വിശദാംശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനോ അതിൻ്റെ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാനോ കർണാടക സർക്കാരുമായിട്ടുള്ള യാതൊരു കോർഡിനേഷനും കേരളത്തിലെ വനം വകുപ്പ് നടത്തിയില്ല എന്ന് മാത്രമല്ല, ജനവാസ മേഖലയിലേക്ക് ഈ ആന ഇറങ്ങിയപ്പോൾ യാതൊരു തരത്തിലുള്ള മുൻകരുതലുകളും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയില്ല എന്ന് പറയുമ്പോൾ അത് കൃത്യവിലോപം മാത്രമല്ല, മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്ക് കൂട്ടുനിന്ന പ്രവൃത്തിയാണ് വാസ്തവത്തിൽ ഇവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നാമതായി പറയാനുള്ളത്, ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ മനഃപൂർവമായ നരഹത്യയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ള കുറ്റം ചുമത്തി നടപടി സ്വീകരിക്കണം. എത്ര മനുഷ്യർ വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾക്കിരയായി മരണം വരിച്ചാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു നടപടിയുമില്ലാതെ പോകുന്നതാണ് ഇത്തരത്തിലുള്ള കൃത്യവിലോപങ്ങൾ ആവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. വന്യമൃഗങ്ങളുടെ അക്രമങ്ങളുണ്ടായാൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുഃഖകരവും ലജ്ജാകരവുമാണ്. ഒന്നാമതായി അപ്രകാരം പ്രഖ്യാപിച്ചിട്ടുള്ള പലർക്കും അതിൻ്റെ ആദ്യ ഗഡു പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് സങ്കടകരം. മനുഷ്യജീവന് വെറും 10 ലക്ഷം രൂപ വിലയിടുന്ന സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകളാണ് മാറ്റേണ്ടത്. പണമല്ല മലയോര കർഷകർക്ക് ആവശ്യം. മലയോര കർഷകർക്ക് വേണ്ടത് അവൻ്റെ സ്വത്തിനും ജീവനും സുരക്ഷിതത്വമാണ്. അതിനു വേണ്ട വ്യക്തമായ നിലപാടുകളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ഭരണ നേതൃത്വങ്ങളോട് ഞങ്ങൾ സ്നേഹപൂർവ്വം ആവശ്യപ്പെടുകയാണ്.